ഹലോ മക്കളെ, അപ്പോൾ പലർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് ചാപ്റ്റേഴ്സ് പഠിച്ച് തീർക്കാൻ പറ്റാത്തത് അല്ലേ. അത് അങ്ങനെ എന്താണ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് എന്താണ് പലർക്കും ബാക്ക്ലോഗ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന ടൈമിൽ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ചാപ്റ്റേഴ്സ് പഠിച്ച് തീർക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒരു 4 കാര്യങ്ങൾ മക്കൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഇത് കൃത്യമായിട്ട് മക്കൾ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചാപ്റ്റർ അല്ല, ഒരു സിലബസ് വരെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും, പഠിച്ച് തീർക്കാൻ പറ്റും. നിങ്ങൾ അറിയാതെ നിങ്ങൾ എന്താകുന്നു ഇതെല്ലാം കവർ ചെയ്ത് പോകും. ചാപ്റ്റേഴ്സ് ആയാലും ഒരു വലിയൊരു സിലബസ് ആയാലും ടെക്സ്റ്റ് വരെ നിങ്ങൾ അറിയാതെ കവർ ചെയ്ത് പോകും. അതിനു വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ 4 കാര്യങ്ങൾ, ഒരു 4 പോയിന്റ്സ് ആണ് ഉള്ളത്. അതിലൊന്നാമത്തത് മക്കൾ ശ്രദ്ധിച്ചോ, സിലബസ് വൈസ് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. സ്റ്റഡി അക്കോർഡിംഗ് ടു സിലബസ് വൈസ് പഠിക്കുക. പലരും ചെയ്യാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. നിങ്ങളത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കില്ല, പക്ഷേ നിങ്ങൾ അറിയാതെ ഇതാണ് നല്ലത് എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ് ഒരു ചാപ്റ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനെന്തുണ്ടാവില്ല, ഒരു ഓർഡർ ഉണ്ടാവില്ല. നിങ്ങൾ ആ ചാപ്റ്റർ നോക്കുമ്പോൾ നിങ്ങൾ പറയും അല്ലെ, നിങ്ങൾ പഠിച്ചിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുള്ള ഒരു ചാപ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഈ ഒരു പോർഷനാണ്, അല്ലെങ്കിൽ ഈ ഒരു ഭാഗമാണ് ഏറ്റവും കൂടുതൽ ടഫ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ആദ്യം ആ ഒരു പോർഷൻ ആ ഒരു ടഫ് പോർഷൻ ആദ്യം പഠിക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾ ആദ്യം എടുക്കുകയാണ് ആ ഒരു പോർഷനാണ്. എന്നിട്ട് അത് നമ്മൾ എടുത്ത് പഠിക്കും. എന്നിട്ട് അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇത് എനിക്ക് ഓർമ്മയുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത് സിമ്പിൾ ആണല്ലോ എന്ന് കരുതി നമ്മൾ ചില പോർഷൻസ് നമ്മൾ പഠിക്കാതെ അതിനെ അങ്ങോട്ട് സ്കിപ്പ് ചെയ്യും. പലരും ചെയ്യുന്ന മിസ്റ്റേക്കാണ്. പക്ഷെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു ചാപ്റ്ററിനെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ പഠിക്കാൻ പാടില്ല. കൃത്യമായിട്ട് നമ്മളെ സിലബസിൽ ആ ചാപ്റ്റർ എങ്ങനെയാണ് പോകുന്നത് അത് മക്കൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. അതായത് എന്തിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു, എവിടെ എത്തി നിൽക്കുന്നു, എന്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എവിടെ എത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ചാപ്റ്റർ വന്നിട്ടുള്ള ആ ഓർഡർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള രീതിയിൽ ഒരു ഓർഡർ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളെ ബിസിനസ് സ്റ്റഡീസിനൊക്കെ പറ്റി ചിന്തിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കും, അതിൻ്റെ പറയും, ആദ്യം ഫീച്ചേഴ്സ് പറയും, പിന്നെ ചിലപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയും, അതിൻ്റെ ഇമ്പോർട്ടൻസ് പറയും, പിന്നെ ചിലപ്പോൾ അതിൻ്റെ കാറ്റഗറി, അതിൻ്റെ ടൈപ്സ് പറയും, പിന്നെ ചിലപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസ് പറയും. ചിലപ്പോൾ അങ്ങനെയായിരിക്കും ഉണ്ടാകുക നമ്മുടെ ആ ഒരു ചാപ്റ്റർ മുന്നോട്ട് പോകുന്നുണ്ടാകും. ചിലപ്പോൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റമൊക്കെ വരും. ആദ്യം ഫീച്ചേഴ്സ് പറഞ്ഞാൽ ചിലപ്പോൾ പിന്നെ ലിമിറ്റേഷൻസ് അങ്ങനെ ആയിരിക്കും പറയുന്നുണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ പിന്നെ ടൈപ്സ് ആയിരിക്കും പറയുന്നുണ്ടാവുക. അതിന് ശേഷം ലിമിറ്റേഷൻ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ടാവുക. ചിലപ്പോൾ അങ്ങനെ ഒരു ഓർഡർ ടെക്സ്റ്റിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓർഡർ കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്യാം. അതും അല്ലെങ്കിലോ നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള രീതിയിൽ ഒരു ഓർഡർ സെറ്റ് ചെയ്യാം. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ബിസിനസ് സ്റ്റഡീസിൻ്റെ ചാപ്റ്റർ ആണെങ്കിൽ ആദ്യം ഒരു കാര്യം പഠിക്കുന്നു, അതിൻ്റെ ഫീച്ചേഴ്സ് മക്കൾ പഠിക്കുക, then അതിൻ്റെ ഇമ്പോർട്ടൻസ് പഠിക്കുക, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുക, അതിൻ്റെ ടൈപ്സ് പഠിക്കുക, അതിൻ്റെ ലിമിറ്റേഷൻ പഠിക്കുക. അങ്ങനെ ഒരു ഓർഡർ, ആ ഒരു ഓർഡർ മക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഓരോ ചാപ്റ്ററും സെറ്റ് ചെയ്തിരിക്കണം. അത് മക്കളെ മനസ്സിൽ ഉണ്ടാവണം. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, എക്സാമിനൊക്കെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ആ ചാപ്റ്ററിലുള്ളതാണ്. അപ്പോൾ എന്തെല്ലാമാണ് ആ ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നത് എന്ന് നിങ്ങളെ മനസ്സിലേക്ക് വരണം. നമ്മൾ ആദ്യം പഠിച്ചത് അതിൻ്റെ മീനിങ് ആയിരുന്നു, പിന്നെ പഠിച്ചത് അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആയിരുന്നു, പിന്നെ പഠിച്ച ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു, പിന്നെ പഠിച്ചത് ഇമ്പോർട്ടൻസ് ആയിരുന്നു, പിന്നെ പഠിച്ചത് ടൈപ്സ് ആയിരുന്നു, പിന്നെ പഠിച്ചത് ലിമിറ്റേഷൻ ആയിരുന്നു. ആ ഒരു ഓർഡർ അത് കൃത്യമായിട്ട് മക്കളെ മനസ്സിലുണ്ടാവണം. അങ്ങനെ വേണം മക്കൾ എന്താക്കാൻ ഒരു ചാപ്റ്റർ പഠിക്കാൻ. ഒരിക്കലും അവിടുന്നും ഇവിടുന്നും നമ്മൾ എടുത്തുകൊണ്ട് ചില കാര്യങ്ങൾ ചൂസ് ചെയ്തുകൊണ്ട് അത് പഠിക്കുക. അങ്ങനെയല്ല ചെയ്യേണ്ടത്. കൃത്യമായി ഓർഡറോടെ പഠിക്കുക. ഒരു തിയറി പേപ്പേഴ്സിന്റെ കേസ് ആയാലും, അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലം പേപ്പർ ആയിട്ടുള്ള അക്കൗണ്ടിങ്ങിന്റെ കേസ് ആയാലും എല്ലാം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സെറ്റ്. ആദ്യത്തെ കാര്യമാണ് ശ്രദ്ധിക്കണം. ദെൻ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് സെറ്റ് ഡെയിലി ടാർഗറ്റ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മളെ വീക്കിലി ടാർഗറ്റും കാര്യങ്ങളൊക്കെ മക്കൾക്ക് എല്ലാ ആഴ്ചയും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. പലരും അത് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു, സാർ ഇനി എല്ലാ ആഴ്ചയും ഇങ്ങനെ വേണം എന്നുള്ളത്. പക്ഷേ അവിടെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അപ്പോൾ സാറ് തന്നിട്ടുള്ള ആ ഒരു വീക്കിലി പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി പ്ലാൻ ആയിട്ട് അല്ലെങ്കിൽ ഡെയിലി ടാർഗറ്റ് ആയിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കാറ്റഗറി ആക്കുക. അതിനെ പിന്നെ നിങ്ങൾ എന്താക്കുക, മുറിച്ച് ഡെയിലി ടാർഗറ്റ് ആക്കി മാറ്റിയിരിക്കണം. ഈ വീക്ക്ലി പ്ലാനിന്റെ ഒരു മിസ്റ്റേക്ക് എന്താന്ന് പറഞ്ഞാൽ, പലരും ചെയ്യുന്നതായിട്ട് സാറിന് തോന്നിയ ഒരു കാര്യമാണ്. ഇപ്പൊ വീക്ക്ലി അല്ലെ, ഒരാഴ്ച കൊണ്ട് തീർക്കേണ്ട പ്ലാനാണ് അത്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ഒരു ദിവസം പഠിക്കാതെ തൊട്ടടുത്ത ദിവസം എന്താക്കുക, ചിലപ്പോൾ കുറച്ചധികം ഇരുന്ന് പഠിക്കുക. അങ്ങനെ ചെയ്യാൻ പാടില്ല. അവിടെ നിങ്ങൾ പഠിക്കുന്ന ആ ഒരു മിസ്റ്റേക്കാണ്, അല്ലെങ്കിൽ പഠിക്കുന്നതിൽ നിങ്ങൾക്ക് കൂടുതൽ ആ കാര്യം പഠിച്ചെടുക്കാൻ
പറ്റാത്തൊരു സാഹചര്യം വരിക ചെയ്യാം ലോഡ് കൂടുന്ന സമയത്ത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, വീക്ക്ലി നമുക്ക് ഇത്ര തീർക്കണം എന്ന് നിങ്ങൾക്ക് ഒരു വീക്ക്ലി പ്ലാനിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പിന്നെ എന്ത് ചെയ്യാം, മൺഡേ ടു സൺഡേ വരെ എന്താക്കുക നിങ്ങൾ, യെസ്, അതിനെ പിന്നെയും ഡിവൈഡ് ചെയ്തിരിക്കണം കൃത്യമായിട്ട്. ഒരു ദിവസം ഞാൻ ഇത്ര തീർക്കണം, അല്ലെങ്കിൽ ഇത്ര തീർക്കണം, ഈ ദിവസം ഇത്ര തീർക്കണം, ഈ ദിവസം ഇത്ര തീർക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള എന്താണ് ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് മക്കളെ മൈൻഡിൽ ഉണ്ടാവണം. സെറ്റാണോ? അത് വേണം. റെഡി? ഇനി അങ്ങനെ സെറ്റ് ചെയ്താൽ മാത്രം പോരാ. അടുത്ത കാര്യം എന്താണ്, അത് നമ്മൾ കൃത്യമായിട്ട് എന്ത് തീർത്തിരിക്കണം എന്നുള്ളതാണ്. ഡെയിലി നമുക്ക് എന്തുണ്ടാവണം, പ്രോഗ്രസ് ഉണ്ടാവണം. റെഡി? കഴിഞ്ഞ ദിവസം ഞാനത് പഠിച്ച് തീർത്തിട്ടുണ്ട് അല്ലെ, ഞാനവിടെ മുന്നോട്ട് കയറുകയാണ്, പ്രോഗ്രസ് ഉണ്ടായതാണ് അല്ലെ, ഞാനത് പഠിച്ച് തീർത്തു, റെഡിയാണ്, എനിക്കത് ആ ഒരു കൺസെപ്റ്റ് റെഡിയാണ്. ഇപ്പോൾ എന്നാ പിറ്റേ നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഒരു കൺസെപ്റ്റ് നമ്മളെ മനസ്സിൽ കൃത്യമായിട്ട് ഉണ്ടാവണം. ഓക്കെ, അങ്ങനെ എന്താണ് ഡെയിലി നമ്മൾ എന്താക്കണം, നമുക്ക് ആ ഒരു പ്രോഗ്രസ് ഉയർച്ച ഉണ്ടാവണം. റെഡി? അല്ലാതെ എന്താണ് താഴോട്ടല്ല പോകേണ്ടത്, മേലോട്ടാണ് പോകേണ്ടത്. ആ ഉയർച്ച നമുക്ക് എന്താക്കണം, നിർബന്ധമാണ്. ഓക്കെ, ആ മക്കളെ മനസ്സിൽ ഉണ്ടായിരിക്കണം. റെഡി? കൃത്യമായിട്ട് ഓരോ ആഴ്ച പഠിക്കുന്ന അല്ലെങ്കിൽ ഓരോ ദിവസം പഠിക്കുന്നത് എന്താണോ അത് ആ ദിവസത്തെ കൊണ്ട് തീർക്കുക, വ്യക്തമായിട്ട് പഠിച്ച് തീർക്കുക. പിറ്റേന്ന് ദിവസം എടുത്ത് നോക്കുന്ന സമയത്ത് യെസ് ഞാൻ എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നത്, അതേതൊക്കെയോ യെസ് ഓർത്ത് നോക്കണം. ഓർത്ത് നോക്കുന്ന സമയത്ത് യെസ് എനിക്ക് കിട്ടുന്നുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. റെഡി? ആ ഒരു പ്രോഗ്രസ് മക്കൾക്ക് എന്തുണ്ടാവണം, ഡെയിലി ഉണ്ടായിരിക്കണം. റെഡി? ദെൻ ലാസ്റ്റ് കാര്യമാണ് ഇത്, വെൻ ആൻഡ് ഹൗ, എപ്പോൾ എങ്ങനെ ഒരു ടൈമാണ്. റെഡി? ഒരു ടൈമാണ്. നമുക്കറിയാം പലരും ആദ്യം സെറ്റ് ചെയ്യുന്നത് ഞാൻ ഇത്ര മണിക്കൂർ പഠിക്കും എന്നുള്ളതാണ്. അത് എപ്പോ ഏത് സമയം എന്നൊന്നുമില്ല, ഐ മീൻ ഏത് നേരം എന്നൊന്നുമില്ല, ഇത്ര മണിക്കൂർ പഠിക്കുക എന്നുള്ളതാണ്. പക്ഷെ അവിടെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെന്താണ് ഒരു ടൈം സെറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങളുടെ നേരം, ഓക്കെ, അത് ഏതാണ് ആ ഒരു സമയം, ആ ഒരു സിറ്റുവേഷൻ, അത് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് 2 മണിക്കൂർ പഠിക്കുക എന്നുള്ളതല്ല, ഏത് 2 മണിക്കൂർ, എപ്പോൾ 2 മണിക്കൂർ, അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് പുറത്തൊക്കെ പോയി വന്ന ഒരു ടൈം, ഒരു 8 മണിക്ക് നൈറ്റ് നിങ്ങൾ വീട്ടിലെത്തി എന്ന് വിചാരിക്കാം, ഇനിയിപ്പോ ഇരുന്ന് പഠിക്കാം എന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്ന് പഠിക്കുന്നു. പിറ്റേന്ന് നമ്മൾ എന്തോ ഒരു കല്യാണത്തിനെങ്ങാൻ പോയി വന്നപ്പോൾ സമയം എത്രയാണ്, ഒരു 7 മണിയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുക അന്ന് 7 മണിക്ക് ഇരുന്ന് പഠിക്കാം. അങ്ങനെ ആവാൻ പാടില്ല. ഓക്കെ, നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് അങ്ങനെ എന്തെങ്കിലും ടൈം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, ആ ഒരു ടൈമിൽ പോയിട്ട് വരിക. അല്ലാത്ത സമയം നിങ്ങൾക്ക് വേറെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു സമയം നിങ്ങൾ ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നൈറ്റ് ആണെങ്കിൽ 7 മണി ടു 10 മണി ഇങ്ങനെ ഒരു ടൈം ഫിക്സ് ചെയ്യുക. എല്ലാ ദിവസവും എന്ത് ചെയ്യുക, വേറെ അങ്ങനെ അത്യാവശ്യമായിട്ടുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കണം, സ്റ്റഡി ടൈം ആയിരിക്കണം. ആ ദിവസം ഈ ഒരു ടൈമിൽ നിങ്ങൾ പഠിക്കുകയായിരിക്കണം. റെഡി? ഓരോ ദിവസവും രാത്രി 7 മണി മുതൽ 10 മണി വരെയുള്ള ടൈം എന്താണ്, എൻ്റെ സ്റ്റഡി ടൈമാണ്. അത് അങ്ങനെ സെറ്റ് ചെയ്യണം. അതല്ലാതെ നിങ്ങളെ പരിപാടികളെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള സമയങ്ങൾ എന്താക്കാൻ പാടില്ല, പഠിക്കാനിരിക്കാൻ പാടില്ല. ഓക്കെ, പഠിക്കാൻ വേണ്ടി ഒരു ടൈം അത് വേണം. എപ്പോൾ എങ്ങനെ അത് നിങ്ങൾ സെറ്റാക്കിയിരിക്കണം. റെഡി? അതേപോലെ തന്നെ എപ്പോൾ നമുക്ക് കിട്ടി അല്ലെ, ഒരു ടൈം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പഠിക്കണം, ആ ഒരു കാര്യം കൂടെ ഉണ്ട്. റെഡി? വെറുതെ നമ്മൾ പല മെത്തേഡ് യൂസ് ചെയ്ത് ഓരോ ദിവസം ഓരോ മെത്തേഡ് യൂസ് ചെയ്ത് പഠിക്കാൻ പാടില്ല. കൃത്യമായി നമുക്ക് എന്ത് വേണം, ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യാം. റെഡി? അതിപ്പോ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ പഠിക്കാൻ പല രീതികളുണ്ടാവും അല്ലെ. ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി അല്ലെങ്കിൽ അത് പഠിച്ച് അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന നമ്മുടെ ടെക്സ്റ്റിലുള്ളതോ നോട്ട്സിലുള്ളതായിട്ടുള്ള എല്ലാ പ്രോബ്ലംസും പഠിച്ച് ചെയ്ത് പഠിക്കുക, അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിലോ എല്ലാം നമ്മൾ ആദ്യം എല്ലാ കൺസെപ്റ്റും ആ ചാപ്റ്റർ കംപ്ലീറ്റ് പഠിച്ചു തീർക്കുക, അതിനുശേഷം എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക. അപ്പൊ പല മെത്തേഡും ഉണ്ടാവും. ഓക്കെ, പല മെത്തേഡും കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യം നിങ്ങൾ ക്ലാസ് കണ്ടുകൊണ്ട് നോട്ട്സ് എഴുതി പഠിക്കുന്ന മെത്തേഡ് ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളെ ടെക്സ്റ്റോ കാര്യങ്ങളോ നോട്ട്സോ ഒക്കെ കൃത്യമായി നിങ്ങൾ വായിച്ച് അതിനുശേഷം ക്ലാസ് കാണുക. അങ്ങനെ പല മെത്തേഡിലായിരിക്കും പലരും ചെയ്യുക. അപ്പൊ ഓരോ ദിവസം നമ്മൾ ഓരോ മെത്തേഡ് ചൂസ് ചെയ്യുക, അങ്ങനെ ആവരുത്. എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു മെത്തേഡ് ഉണ്ടെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യാൻ നോക്കുക. ഡെയിലി എന്ത് ചെയ്യുക, അത് തന്നെ ഫോളോ ചെയ്യാൻ നോക്കുക. ഒരേ രീതിയിൽ തന്നെ പഠിക്കുക. അല്ലാണ്ട് ഒരു ദിവസം ഇങ്ങനെ പഠിച്ചു മറ്റൊരു ദിവസം വേറെ രീതിയിൽ പഠിക്കുക, അങ്ങനെ ആവാൻ പാടില്ല. കൃത്യമായിട്ട് നമുക്കായിട്ട് ഒരു മെത്തേഡ് വേണം, നമുക്കായിട്ട് ഒരു ടൈം വേണം പഠിക്കാൻ. ഈ കാര്യങ്ങൾ മക്കൾ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഈ 4 കാര്യങ്ങൾ ഇത് മക്കൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്ത് നോക്കിക്കോ. സീരിയസ്ലി പറയാണ്, നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ അല്ല, നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് വരെ പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ
സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയ എന്താണ് വഴികളാണ് ഈ 4 അതുകൊണ്ട് എന്ത് ചെയ്യാം, പഠിക്കാൻ വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുക, നല്ല രീതിക്ക് പഠിക്കുക, നല്ല മാർക്ക് നമുക്ക് വേണം. ഓക്കെ ആണോ? യെസ്, അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.